ഇന്ന് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ആയാലോ. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1.5 സവോള ഇട്ടിട്ടുണ്ട്. 1.5 സവോള നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയും പച്ചമുളകും വേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി സവോളയൊക്കെ നന്നായി വഴണ്ടി വരുമ്പോൾ നേരത്തെ നമ്മൾ കൂന്തൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ കൂന്തൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. അതാകുമ്പോൾ അതിൻ്റെ മണവും രുചിയൊക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. കാരണം കുറച്ച് വേവായിട്ടുള്ളൂ. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. അപ്പം നമ്മൾ മല്ലിയിലയൊക്കെ ചേർത്ത് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ കൂന്തൽ റോസ്റ്റ് റെഡി. നല്ല ടേസ്റ്റാട്ടോ. ചപ്പാത്തിക്കും ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ അടിപൊളി രുചിയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. ഓക്കേ.